ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ചെമ്പനീർ പൂവിലെ പിച്ചക്കാരനായ സുധിയുടെ കഥയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. പിച്ചക്കാരെന്ന് വെച്ചാൽ പിച്ച തിന്നുണ്ട്, ഭിക്ഷ യാചിക്കുന്ന സുധിയുടെ കഥയാണ് നമ്മളിന്ന് കേൾക്കുന്നത്, നമ്മളിന്ന് കാണുന്നത്. ഞാൻ പറയുന്ന കഥ നിങ്ങൾ കേൾക്കുന്നത്, അതായത് പിച്ചക്കാരനായ സുധിയുടെ കഥയാണ് നിങ്ങളിന്ന് കേൾക്കുന്നത്. ശരിക്കും പറയില്ലേ, എന്താ പറയുക, അതൊക്കെ ഒരു യോഗ എന്നൊക്കെ പറയില്ലേ, ഒരു ഭിക്ഷ എടുക്കുന്നതൊക്കെ ഒരു യോഗ എന്നൊക്കെ പറയില്ലേ. അതുപോലെ സുധിക്കൊരു സ്വാമിജിയുടെ അടുത്ത് നിന്നൊരു നിർദ്ദേശം കിട്ടിയിരിക്കുന്നത്, സുധിയോടെ അമ്പലനടക്കിൽ പോയിട്ട് ഭിക്ഷ എടുക്കാനുള്ള ഒരു നിർദ്ദേശമാണ് സ്വാമിജിയുടെ അടുത്ത് നിന്ന് കിട്ടുന്നത്. ഈ നിർദ്ദേശത്തോട് കൂടിയിട്ട് സുധി നന്നാവും. ഈ ഒരു ദിവസം ഭിക്ഷ എടുക്കുന്നതോട് കൂടിയിട്ട് സുധി നന്നാവും, സുധിയുടെ പ്രശ്നങ്ങളെല്ലാം തീരും, സുധിക്ക് പോകാനുള്ള പൈസ കിട്ടും. അങ്ങനെയൊക്കെയാണ് സ്വാമിജി പറഞ്ഞിരിക്കുന്നത്. ആ ഭിക്ഷ എടുത്ത് കിട്ടുന്ന പൈസ അമ്പലത്തിൽ കാണിക്കയായിട്ട് ഇടണമെന്നും, അതുപോലെ തന്നെ അന്ന് ഫുഡൊന്നും കഴിക്കാതെ നിരാഹാരം ഇരുന്നിട്ട് വേണം ഭിക്ഷ എടുക്കാമെന്നും, അങ്ങനെ സ്വാമിജിയുടെ നിർദ്ദേശപ്രകാരം സ്വാമിജി തന്നെ പറയുന്നുണ്ട്, സുധിയോട് നിൻ്റെ നാക്കാണ് ഏറ്റവും വലിയ പ്രശ്നം, നിൻ്റെ നാക്ക് ഒതുക്കി വെച്ച് നിനക്ക് ഒരു പ്രശ്നങ്ങളില്ലാതെ നീ ജീവിതത്തിൽ രക്ഷപ്പെടേണ്ടവനാണ് എന്നൊക്കെ പറയാണ് സുധിയോട്. അങ്ങനെ സ്വാമിജിയുടെ നിർദ്ദേശപ്രകാരം സുധി അമ്പലത്തിൽ പോയിട്ട് ഭിക്ഷ എടുക്കാൻ ഇരിക്കുന്നതിൻ്റെ കഥയാണ് ഇന്നത്തെ കഥ. ഫുൾ കഥ ഞാൻ എൻ്റെ ചാനലിൽ പറഞ്ഞിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൽ സുധിക്ക് ഭിക്ഷ കൊടുക്കാൻ യോഗമുള്ള ഒരാളാരാന്നറിയോ? രേവതിയാണ് അവിടെ സുധിക്ക് ഭിക്ഷ കൊടുക്കാൻ വേണ്ടി അമ്പലത്തിലേക്ക് വരുന്നത്. അതൊരു നല്ല ത്രില്ലിങ് എൻഡിങ്ങിലാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. രേവതിക്ക് സുധിയെ മനസ്സിലാവുമോ, തിരിച്ചറിയോ, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഇന്നത്തെ കഥ നിൽക്കുന്നത്. അപ്പോൾ ഇന്നേ ഫുള്ള് കഥ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, എൻ്റെ കഥ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരെ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്